പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കില്ലെന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘമെത്തുന്നു. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുൻപേ സുകുമാരക്കുറുപ്പ് മരിച്ചിരിക്കാമെന്നാണ് നിഗമനം. കേസ് ഫയൽ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. VS അനു വിവരങ്ങളുമായി ചേർന്നുണ്ട്. അനു, കഴിഞ്ഞ 4-4.5 പതിറ്റാണ്ടുകളായി കേരള പോലീസിനെയും അന്വേഷണ ഏജൻസികളെയും ഒക്കെ വട്ടം ചുറ്റിക്കുന്നുണ്ട് സുകുമാരക്കുറുപ്പിന്റെ തിരോധാനം. ഇക്കഴിഞ്ഞ 2 മാസം മുൻപാണ് വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം ഇതിന്റെ പൊടി തട്ടി എടുക്കുന്നതും. ഇതിപ്പോൾ വീണ്ടും സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ തിരക്കാനും വീണ്ടും ഈ കേസ് അന്വേഷണം തുടങ്ങാൻ പോവുകയാണോ എന്നൊരു കാര്യങ്ങളിലേക്കൊക്കെ എത്തിയതും. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഫയൽ മടക്കാൻ തുനിയുമ്പോൾ എന്താണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ, സൂചനകൾ? ഏതായാലും 2 മാസം മുമ്പ് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ IG അജിത ബീഗം വന്നത് മുതലാണ് ഈ ഇതുവരെ തെളിയിക്കപ്പെടാത്ത കേസുകളുടെ ഫയലുകളുടെ ഒരു പുനഃപരിശോധന നടത്തുന്നത്. ആ ഘട്ടത്തിലാണ് സുകുമാരക്കുറുപ്പ് കേസും സ്വാഭാവികമായും എത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള മിസ്സിംഗ് ലിങ്ക്സുകൾ ഉണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ പോയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കാൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന് അജിത ബീഗം നിർദ്ദേശം നൽകി. അതിനനുസരിച്ച് ഈ സുകുമാരക്കുറുപ്പ് കേസ് വീണ്ടും ഫയൽ അന്വേഷണം തുടങ്ങുന്നു, ഫയൽ ഓപ്പൺ ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ IG-യുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഈ തെളിയിക്കപ്പെടാത്ത കേസുകളുടെ നിലവിലെ സ്ഥിതി എന്താണ്, അത് ക്ലോസ് ചെയ്യാറായോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഏതായിരുന്നാലും പലയിടങ്ങളിൽ, അതായത് സുകുമാരക്കുറുപ്പിനെ അവസാനമായി കണ്ടു എന്ന് പറയുന്ന നേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി വീണ്ടും എടുത്തു. സുകുമാരക്കുറുപ്പ് പോകാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ പോയി വീണ്ടും അന്വേഷണം എടുത്തു. ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, സുകുമാരക്കുറുപ്പ് ഈ കൃത്യം നടത്തുന്നതിന് മുമ്പ് തന്നെ ഹൃദ്രോഗിയായിരുന്നു. അതുകൊണ്ട് അതിനുശേഷം ഒരു പക്ഷേ ഹൃദ്രോഗത്താൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എത്തുന്നത്. മാത്രമല്ല, അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം സുകുമാരക്കുറുപ്പ് എത്തിയതായോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരുമായി ബന്ധപ്പെട്ടതിന്റെയോ യാതൊരു തെളിവുകളും ക്രൈംബ്രാഞ്ചിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സുകുമാരക്കുറുപ്പ് മരിച്ചിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുന്നു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന് റിപ്പോർട്ട് കൈമാറും. അങ്ങനെ ഒരുപക്ഷെ കേരളം ഏറെ ചർച്ച ചെയ്ത വലിയ ദുരൂഹമായി കാണുന്ന, ചുരുളഴിയാത്ത രഹസ്യം പോലെ മലയാളി കാണുന്ന സുകുമാരക്കുറുപ്പ് തിരോധാന കേസിന്റെ ഫയൽ അന്വേഷണം ഒരുപക്ഷെ അവസാനിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഓക്കെ അനു, ശരി, വ്യക്തമാണ്. ഇപ്പൊ സുകുമാരക്കുറുപ്പിനെ തേടിയുള്ള യാത്ര ഒരുപക്ഷെ അവസാനിപ്പിച്ചേക്കാം. ആ ഒരു നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കൂടി എത്തിച്ചേരുകയാണ്. പറഞ്ഞ പോലെ കഴിഞ്ഞ 4-4.5 പതിറ്റാണ്ടായിട്ട് കേരള പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന പിടികിട്ട കുറ്റവാളി, അല്ലെ, ഇതുവരെ കിട്ടാത്ത കുറ്റവാളി, കൊടും കുറ്റവാളിയാണ് സുകുമാരക്കുറുപ്പ്.